എൻ്റെ പേര് നിബിൻ. നാട്ടിൽ തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഞങ്ങൾ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഭീഷ്മ. ഞങ്ങൾ അയർലൻഡിൽ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലൊരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഇൻഫോ പാർക്കും ആക്സസിബിലിറ്റി, ഒരു നമുക്ക് എയർപോർട്ട്, ഇൻഫോ പാർക്ക്, അങ്ങനെയുള്ള എല്ലാ ആക്സസിബിലിറ്റിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഗ്രീൻ ടെക് ബിൽഡേഴ്സിൻ്റെ ഒരു യുണീക്കായിട്ട് യൂറോപ്യൻ ടീമിൽ കുറച്ച് പ്രോജക്ട്സ് കണ്ടു. ആ ഒരു പ്രോജക്ട്സിൻ്റെ ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ നമ്മൾ ഇവിടുത്തെ സെയിൽസ് ടീമായിട്ട് കണക്ട് ചെയ്യായിരുന്നു. തുടക്കത്തിൽ ഡെൽവിൻ സാർ ആയിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്തത്. നല്ല ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് പറ്റിയൊരു പ്ലോട്ട് സെലക്ട് ചെയ്യാനും ഈ പ്രോജക്റ്റിൻ്റെ ഒരു യുണീക്നെസ്സിനെ കുറിച്ച് പറഞ്ഞു തരാനും എല്ലാം വീഡിയോ കോളിലായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് അങ്ങനെയാണ് ഞങ്ങൾ ഗ്രീൻ ടെക്കുമായിട്ട് കണക്ട് ചെയ്തത്. സ്കോട്ട്ലൻഡ് യാർഡ് എന്നുള്ള ഒരു പ്രോജക്റ്റ് നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു പേര് കൊണ്ട് തന്നെയാണ് യുണീക്നെസ് ആയിട്ട് വന്നത്. യൂറോപ്യൻ സ്റ്റൈലും ആ ഒരു അറ്റയറും അങ്ങനെ തന്നെയാണ്. വെറുതെ ഒരു പേരിൽ മാത്രമല്ല, ആ ഒരു വില്ലയുടെ ഒരു ലുക്ക് അവർ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ളതും നമുക്ക് സാമ്പിളായിട്ട് കാണിച്ചു തന്നതും എല്ലാം ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് അവർ മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു അട്രാക്ഷൻ ആയിട്ട് തോന്നി. പിന്നെ ഇതൊരു യുണീക്നെസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ലാൻഡിനേക്കാളും കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് പോകുന്നൊരു പ്രോജക്റ്റ്. അപ്പോൾ അതിനും അതെ, ഒരുപാട് അമ്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ട് നമുക്ക് തോന്നിയത്. ഗ്രീൻ ടെക് ബിൽഡേഴ്സിന്റെ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ആ സെയിൽസ് സ്റ്റേജിൽ വീഡിയോ കോളിലൂടെ നമുക്ക് പ്ലോട്ട് കാണിക്കുന്നത് തൊട്ട് ഞങ്ങളുടെ പാരൻസിനെ വീട്ടിൽ പോയി കൊണ്ടുവന്ന് അവരെ പ്ലോട്ട് കാണിക്കാനും അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും പ്രോജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, ഇവിടെ വരുന്ന അമ്യൂണിറ്റീസ് എങ്ങനെയാണ്, ആ ഒരു സെയിൽസ് സ്റ്റേജ് തൊട്ട് പിന്നെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലേക്ക് നടന്നപ്പോൾ നമുക്ക് പ്രോപ്പർ അപ്ഡേറ്റ്സ് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇതുവരെ, കാരണം ഞങ്ങളൊരു 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും സമയം നമ്മളെല്ലാം ഫോണിലൂടെയും റിമോട്ടായിട്ടുള്ള വീഡിയോസിലൂടെയും മാത്രമാണ് നമ്മൾ ഈ സൈറ്റും ഇതിൻ്റെ വർക്ക് പ്രോഗ്രസ്സും. അപ്പോൾ കസ്റ്റമർ സർവീസ് ടീം നമുക്ക് റെഗുലറായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീട് എങ്ങനെയാണ് പ്രോഗ്രസ് ആവുന്നത്. പിന്നെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ താങ്ക്സ് പറയാനുള്ളത് ബീനു സാറിനോടാണ്. സാറ് നമ്മൾ ഒരുപാട് ഈ ഇൻറ്റീരിയറിൻ്റെ വർക്ക് നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് ചോയ്സസ് തന്ന് നമ്മളെ അതിൽ നിന്ന് സെലക്ട് ചെയ്യാനും പിന്നെ ഈ എൻ്റയർ ടീം നമ്മളെ അതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തു.